അതുപോലെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് മുഖക്കുരുക്കളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് ഹാർമോൺസ് പ്രശ്നം കൊണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് വന്നത്. എനിക്കറിയത്തില്ല, ഹാർമോൺസ് പ്രശ്നം കൊണ്ടാണ് വന്നത്. ഇന്ന് അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഭക്ഷണശീലം മൂലം നല്ല സൂപ്പറായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിന്ന് കിട്ടണമെങ്കിൽ എവിടെ കിട്ടും പറ? ഹോസ്പിറ്റലിൽ കൊണ്ടുകൊടുത്താൽ കിട്ടുമോ? ബ്യൂട്ടി പാർലറിലെ പൈസ കൊണ്ടുകൊടുത്താൽ കിട്ടുമോ? കിട്ടത്തില്ല. പക്ഷെ ഇതിലാണ് എനിക്ക് കിട്ടിയത്. ന്യൂട്രീഷൻ നമുക്ക് ആവശ്യമാണ്. ഔട്ടർ ന്യൂട്രീഷൻ ആവശ്യമാണ്, ഇന്നർ ന്യൂട്രീഷൻ ആവശ്യമാണ്. ഇന്ന് ഒരുപാട് പേര് സ്കിന്നിന് വേണ്ടി നിറയെ പൈസ കൊണ്ട് കളയുന്നുണ്ട്, ഇല്ലേ? ആണോ ഇല്ലയോ? ഉണ്ട്. പിന്നെ നമുക്ക് മാർക്കറ്റിൽ തന്നെ നോക്കുവാണെങ്കിൽ ഒരുപാട് സ്കിന്ന് ക്ലിനിക്ക്, സ്കിൻ ഹോസ്പിറ്റലൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സ്കിന്നിന് വേണ്ടിയിട്ട് തന്നെ ഇന്ന് നിറയെ മെത്തേഡ് ട്രൈ ചെയ്യുന്നുണ്ട്. ഒരുപാട് പൈസ ഒക്കെ കൊണ്ട് കളയുന്നുണ്ട്, അല്ലേ? ഫസ്റ്റ് നമ്മുടെ സ്കിന്നിൽ ഇപ്പൊ എന്ത് ചെയ്താലും നമ്മളിപ്പോ പുറത്തൊക്കെ കുറെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലേ? ക്രീം അത് ഇതൊക്കെ പോട്ട് കുറച്ച് മാറ്റിയെടുക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അക നല്ലായിരുന്നാലല്ലേ പുറം നന്നായിട്ട് എടുക്കും, ഇല്ലേ? അപ്പൊ നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ വയറാണ്. അപ്പൊ വയറ് ഹെൽത്തി ആയിരുന്ന നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ഷേക്ക് ഉള്ളിൽ കൊടുത്ത് നമ്മുടെ സ്കിൻ എന്നത് അകത്തൊക്കെ നല്ല ക്ലിയർ ആക്കി എടുത്തു. ഇനി പുറത്ത് ക്ലിയർ ആക്കണം. അതൊക്കെയാണ് ഔട്ടർ ന്യൂട്രീഷൻ നമുക്ക് വന്നിരിക്കുന്നത്, കേട്ടോ. വെർത്തി ലൈഫ് അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്ട്സ് ആണ്. ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു തരാം. ബേസിക് പ്രോഡക്ട്സ് നമ്മുടെ സ്കിന്നിൽ എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്താലും ബേസിക് ആയിട്ടുള്ള ഈ 4 വിഷയം നമ്മൾ കൊടുക്കണം സ്കിന്നിന്. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ മൊബൈൽ ഉണ്ടല്ലോ. മൊബൈൽ നമ്മൾ എങ്ങനെ സൂക്ഷിക്കും? മൊബൈൽ കവർ ഇടുന്നുണ്ട്, മേലിൽ സ്ക്രീൻ ഗാർഡൊക്കെ ഒട്ടുന്നുണ്ട്, അല്ലേ? എന്തിനാ? മൊബൈല് സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ മൊബൈലിനെ കാട്ടിലും എவ்வளோ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി, ഇല്ലേ? നമ്മുടെ ബോഡി ഇമ്പോർട്ടൻ്റ് അല്ലേ? ആണോ? വേണം, ഇല്ലേ? ബോഡി എന്ന് പറയുന്നത് വാഹനം മാതിരിയാണ്. ഒരു വാഹനം നല്ല രീതിയിൽ ഓടണമെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സർവീസ് ചെയ്യണം, ഇല്ലേ? പെട്രോൾ ഡീസലൊക്കെ തീരും, അതൊക്കെ നമ്മൾ മാറ്റണം. ഇടയ്ക്ക് ബ്രേക്ക്, അതിനൊക്കെ നമ്മൾ ഓയിലൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ വാഹനം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയാണ്. നമ്മുടെ ബോഡിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? നമ്മുടെ സ്കിന്നിന് വേണ്ടി എന്ത് ചെയ്തു? മൊബൈലിന് വേണ്ടി മൊബൈൽ കവറൊക്കെ ഇട്ട്, സ്ക്രീൻ ഗാർഡൊക്കെ ഇട്ട് എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല, കേട്ടോ. നമ്മുടെ ബോഡിയിൽ ഇരിക്കുന്ന വലിയ ഒരു ഓർഗൻ എന്ന് പറയുന്നത് സ്കിന്നാണ്. ഓക്കെ, ഒരുപാട് ഓർഗൻസ് ഉണ്ട്, അറിയാല്ലേ? ഒരുപാട് അവയവങ്ങളുണ്ട്. സ്കിന്നാണ് നമ്മുടെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഒരു പോർവ പോലെ, ഒരു ഡ്രസ്സ്. ഉള്ളിൽ ഒരുപാട് അവയവങ്ങളൊക്കെ ഉണ്ട്. അത് കവർ ചെയ്ത് ആ അവയവങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? സ്കിന്ന്. സ്കിൻ അങ്ങനെ തന്നെ നിങ്ങൾ ഉരുവിക്കുക ഇടുവാണെങ്കിൽ നോക്കിക്കേ എങ്ങനെയായിരിക്കും, ഇല്ലേ? അപ്പൊ നമ്മ ബോഡിയിൽ ഇരിക്കുന്ന ഒരു വലിയ ഓർഗൻ എന്ന് പറയുന്നത് സ്കിന്നാണ്. ഓക്കെ, അപ്പൊ സ്കിന്ന് 3 ലെയർ ആയിട്ടാണ് നമ്മുടെ ബോഡിയിൽ ഇരിക്കുന്നത്, കേട്ടോ. അതായത് എപ്പിഡെർമിസ്, ഡെർമിസ്, സബ്ക്യൂട്ടേനിയസ്. ഓക്കെ, അത് ഒരു ഫാറ്റ് പോലെയാണ്, ശരിയാണ്. ഓക്കെ, എപ്പിഡെർമിസ് നമുക്ക് എന്തിനാണ് ആവശ്യമാണ്? ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ആവശ്യമാണ്, പ്രതിരോധ ശക്തി, അല്ലേ? ഓക്കെ, അതൊക്കെ ആവശ്യമാണ്. ഡെർമിസ് എന്തിനാണ് ആവശ്യം? നമുക്കിപ്പോ സ്വെറ്റ് ആവുന്നുണ്ടല്ലേ? ഇപ്പൊ കുറച്ചു നേരം നമുക്ക് കറണ്ട് പോയി, നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ഇല്ല, ചൂടായില്ലേ? ചൂടായ ശേഷം നമ്മുടെ ബോഡിയൊക്കെ ഇങ്ങനെ നന്നായിട്ട് വേർക്കുന്നുണ്ട്. ഈ സ്വെറ്റൊക്കെ ആവണമെങ്കിൽ അതൊക്കെ നമുക്ക് ഡെർമിസ് എന്ന് പറയുന്നത് ആവശ്യമാണ്. മൂന്നാമത് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്. ഓക്കെ, അത് നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂ, ബ്ലഡ് വെസൽസ് ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാറ്റാണ്. ഇത് മൂന്ന് ടൈപ്പ് ഫാറ്റാണ്. ഓക്കെ, സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഒക്കെ നിങ്ങൾ കേട്ട് കാണും. സാറ് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, വിസറൽ ഫാറ്റ്, സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ആണ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ സ്കിന്ന് 3 ലെയർ ആയിട്ടാണ് ഇരിക്കുന്നത്, കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇത് ഡിഫറൻസ് കണ്ടോ? ഇത് യങ്ങർ സ്കിന്ന്, ഇത് ഓൾഡർ സ്കിന്ന്. പ്രായമാകാതെ നമ്മുടെ സ്കിന്ന് എങ്ങനെയാണ് പോകുന്നത്? ഈ 3 ലെയർ നിങ്ങൾ നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റും. എപ്പിഡെർമിസ്, ഡെർമിസ്, ഹൈപ്പോഡെർമിസ്. ഇത് 3ന്റെ ക്വാളിറ്റി, അതായത് അതിന്റെ അളവ് കമ്മിയാവുന്നുണ്ട്. കമ്മിയാകുമ്പോൾ എന്താവുന്നുണ്ട്? നമ്മുടെ സ്കിന്ന് ഏജ് ആവുന്നത് പോലെ ഒരു തോറ്റം കാണുന്നുണ്ട്, അല്ലേ? അതായത് ചിലവരുടെ സ്കിന്നൊക്കെ ചുളുക്ക് വിടുന്നത്, ഫൈൻ ലൈന്, ഈ പ്രായമായതുപോലൊക്കെ കാണുന്നുണ്ടല്ലേ? അപ്പൊ ഇതിന്റെ ക്വാളിറ്റി കുറയുമ്പോൾ നമ്മുടെ സ്കിന്ന് അങ്ങനെ ആവും. അപ്പൊ ഇത് ക്വാളിറ്റി കുറയാനുള്ള കാരണം എന്തുവാ?
നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയിരിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? പറ. വെള്ളം കുടിക്കണം ഇല്ലേ? വെള്ളം കുടിക്കണോ വേണ്ടേ? വേണം. 20 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം കുടിക്കണം. പിന്നെ കുളിക്കണം. ന്യൂട്രീഷനൊക്കെ വേണം. വിറ്റമിൻ സി വേണം. വിറ്റമിൻ സി വേണം സ്കിന്നൊക്കെ ഹെൽത്തി ആയിട്ട് വയ്ക്കാൻ. ഓക്കെ. പിന്നെ ഫൈബർ വേണം.